മുജിബേ ഇപ്പൊ കയറ്റേണ്ട ഒറ്റപ്പാലത്തേക്കുള്ള ലോഡാണ്. പിന്നെ ഞമ്മക്കേ വേങ്ങരക്കുള്ള ഉച്ചന്റെ ശേഷം വിട്ടാ പോലെ. അല്ല റഹീമ, നമ്മളെ കുട്ടികളിപ്പോ പോയിട്ട് ഒരാഴ്ച ആയല്ലോ, ഒന്ന് പോയിക്കാണ്ട് വിളിക്കണ്ടേ? ആ നൃത്തം കൊണ്ട് ഇപ്പൊ ഒരു കാര്യമില്ലല്ലോ, ഒരു നിസ്സാര കാര്യത്തിന്. ഓലിപ്പോ വാസിക്കാണ്ട് ഇറങ്ങിപ്പോയതാണല്ലോ, പോകുമ്പോ എന്നോട് പറഞ്ഞിട്ടും കൂടി ഇല്ല. ഏതായാലും പോയിക്കാണ്ട് ഒന്ന് വിളിച്ചണം. പോകാൻ വിളിച്ചാണ് എടുക്കലും ഇല്ല. നസില വിളിച്ചപ്പോ എന്തേ പറഞ്ഞു? നാളെ അവള് വരുന്നുണ്ടാ? നാളെ വരുന്നുണ്ട് മാ. ഒരു മാസായില്ലേ ഇപ്പൊ പോയിട്ട്. നജില, ആചാരാക്കാന്റെ 2 പെണ്ണുങ്ങൾ തെറ്റിപ്പോയിക്കണല്ലോ നജില, ആ പ്രശ്നത്തിന്റെ പേരിൽ തന്നമ്മ. ഒക്കെ ഞമ്മള് കാരണല്ലേ അമ്മ. നമ്മളിപ്പോ എന്താ ചെയ്യാ? വല്ലാത്തൊരു സങ്കടമായി നജില. ആചാരാക്ക എല്ലാരും സഹായിച്ചിന് ഒരു മനുഷ്യനുമാണ്. ഏതായാലും ഒരു മാളുകാത്താടെയാണെന്ന് പറഞ്ഞു കേട്ട് നമ്മൾ അവിടെ ഒന്ന് പോയി നോക്കാം. വേഗം തിരുമ്പാളൊക്കെ തിരുമ്പിക്കാണ്ട് പണി ഒതുക്കിക്കൂടെ? നമ്മള് പേരറിയമ്മ, നമുക്ക് ചോദിച്ചു പോവാ. ഇറങ്ങി മുറുട്ടിയെ. റഹീമ, ഞാനടക്ക് ചെയ്യുന്നില്ല, ഇത് സംസാരിച്ചുള്ളൂ. കൊറേ സൈലജ് പോന്നിട്ട് പശുവിന്റെ അടുത്തുനിന്ന് സീനത്തെ നിങ്ങള് പോന്നിട്ടിപ്പോ 10 ദിവസമായില്ലേ? ഇങ്ങാണ്ട് പോരല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് വരാൻ തോന്നി? അല്ല നിങ്ങളെ മറ്റുള്ള തിരക്കൊക്കെ കഴിഞ്ഞോ? ഞാൻ എന്തായാലും ഇപ്പൊ വരുന്നില്ല, ഞാൻ ഉമ്മാന്റെ അടുത്ത് നിൽക്കുകയാണ്. ഓളിപ്പോ തൽക്കാലം പറഞ്ഞേക്കില്ല റീമേ. ഓള് ഞാനൊക്കെ ഇപ്പൊ അവിടെ വന്നിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടാക്കണില്ല. ഞാനിപ്പോ അതല്ല സീനത്തെ ആലോചിച്ച് നോക്കണ്ടേ. നമ്മള് ചെറിയ കുട്ടികളൊന്നുമല്ലല്ലോ, മക്കളും മരക്കളൊക്കെ ആയില്ലേ. ഇത്ര വയസ്സും പ്രായം അതുമായി. സുബൈദാനെ പോലെയല്ല ഇജ്ജ്. വളരെ ചെറുപ്പത്തിൽ എൻ്റെ ഒപ്പം ജീവിക്കൽ തുടങ്ങിയല്ലേ. എന്നിട്ട് എനിക്ക് എന്നെ മനസ്സിലായിട്ടില്ലല്ലോ, അതാണ് എനിക്ക്. മക്കളും മരക്കളായി എന്നുള്ള ബോധം നിങ്ങൾക്കും വേണ്ടേ? അതിനിപ്പോ ഞാനും പറയണത്. അപ്പൊ അതാണ് എനിക്ക് ബോധമില്ലാത്ത കേടാണ് അല്ലേ? പിന്നെ സുബൈദ, ജിന്നെ തോൽപ്പിച്ചാനാണ് വിലപ്പം കൊണ്ട് പോകുന്നതെന്ന് വെച്ചെങ്കിലേ ഞാൻ ഇപ്പൊ അത്യാവശ്യം തോറ്റിക്ക് തന്നെയാണ്. ഈ കുട്ടിനെയും കൊണ്ട് പോരാൻ നോക്ക്. ഞാൻ ആരും തോൽപ്പിക്കാൻ വേണ്ടിട്ടൊന്നല്ല. ഞാൻ ഇപ്പൊ അവിടെ ഒരു അധികം പറ്റാണ് എനിക്ക് തോന്നി, അതോടെ ഞാൻ താത്താൻ്റെ അപ്പാണ് പോകുന്നത്. പിന്നെ എനിക്ക് പോകാൻ വേറെ പേരും കൂടെ ഒന്നും ഇല്ലല്ലോ, അതിപ്പോ നിങ്ങൾക്കും അറിയണല്ലേ. ശരി, അതാണ് ഇജ്ജ് പോകുന്നില്ല. എനിക്ക് വേറെ ഒരു അധീനം ചെയ്തിട്ട് 2-3 പേരെയൊക്കെ പട്ടണം സഹായിച്ച് നമുക്ക് ഉണ്ടായിട്ട്. അപ്പൊ ഞാനാണ് അവിടെ തടസ്സം. ഒരു കാര്യം ചെയ്യാ, ഞാനിവിടെ നിന്ന് മാറിത്തരാം, എന്നാലും നിങ്ങൾ വന്നോളി. പിന്നെ ഞാനേതായാലേ നിങ്ങളുടെ ഇടയിൽ മോശക്കാരനാണ്. ഇതൊരു കാര്യം ചെയ്യേ, കുഞ്ഞ് വരുമ്പോഴേ ഈ ചെക്ക് കൊടുത്തളാ. ഒരു 10 ലക്ഷം റുപ്യ എഴുതിക്കണമെന്ന് പറഞ്ഞാൽ കേട്ടോ. ഇവിടെ കടം വീട്ടാൻ പറഞ്ഞു. നജില, ഓലെന്തെങ്കിലൊക്കെ പറയും, ചിലപ്പോ ചീത്തൊക്കെ പറയും. ഇതൊന്നും പറയാൻ നിൽക്കരുതിട്ടാ. ഇല്ലമ്മ, ഞാനൊന്നും പറയില്ല. ബെല്ലടിച്ചു. ജത്തിനപ്പം ഇങ്ങോട്ട് വന്നുകൂണോ? സീനത്തെ, സുബൈദ, ഇവിടെ നോക്കാണെ ആരോ വന്നിക്കണത്. ഞങ്ങള് താത്താരോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാണ്. ഞങ്ങളൊന്ന് ഔത്ത് കയറട്ടെ? ഏതായാലും നമ്മളെ പെരേക്ക് വന്നതല്ലേ, ഇവിടെ കേറിക്കോളി. എത്താ എനിക്ക് ഇത്ര പറയാനുള്ളത്? അല്ല, ഉമ്മയും മകളും എന്തിനാ പോന്നത്? റഹീമാജി ഇവിടെ അല്ലല്ലോ, പിലാപ്പറമ്പിലല്ലേ താമസം? അത് അറിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ കാരണമാണല്ലോ ഇങ്ങനെ സംഭവിച്ചത്. നാട്ടുകാരെ മുഴുവൻ ബോധിപ്പിച്ചാൻ പറ്റിയില്ലേലും നിങ്ങൾ സത്യം അറിയണം. നിങ്ങൾ കേട്ടതും കണ്ടതും ഒന്നുമല്ല സത്യം. ഹാജിയരാക്ക അതില് തെറ്റുകാരനല്ല. എന്റെ മോളെടുത്ത് പറ്റിയൊരു അബദ്ധമാണത്.
താത്ത എത്ര നമ്മൾ ഈ കേൾക്കണത്? സാരല്ല, നീ കരയണ്ട. എന്തായാലും ഇവിടെ വന്നത് പറയാൻ തോന്നിയില്ലേ. അന്നെക്കാട്ടിലും തെറ്റ് പറ്റിയത് ഇപ്പൊ ഞങ്ങൾക്കാണെന്നാ തോന്നണത്. ആ ശരിട്ടാ, ഞങ്ങൾ പോട്ടെ. പാടി കരയണ്ട നീ. राम सेठी बोलो। हाँ जी, अच्छा अच्छा अच्छा। ഹംസകാ, ठीक है ठीक है ठीक है। ഹംസ അവിടെ വരാൻ പറ. ഹംസ, എന്തായി കാര്യങ്ങള്? 1.5 കോടിയുടെ ഗോൾഡാ പോയിട്ടുള്ളത്. ഒരു മലയാളിയാണ് ഇത് വെറ്റിയെന്നുള്ളത് സീട്ട് പറഞ്ഞിട്ടുണ്ട്, അറിയോ? കരീം ഭായ്, അത് ആളെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ഇവിടെയുള്ള റഹീമാജിയാണ് അതിന്റെ പിന്നിൽ. ഓനത് ചെജേ, ഓനന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തിയാണ്ട് പോയതല്ലേ. ആളെ മനസ്സിലായ സ്ഥിതിക്കേ ഒരു പണി കൊടുക്കണം. നമ്മളെ ആളുകളുടെ ഗസ്റ്റ് ഹൗസിലൊക്കെ ഉണ്ട്. അത് എന്താ ചെയ്യേണ്ടി എന്നുള്ളത് ഇപ്പൊ പ്ലാൻ ചെയ്യണം. നമ്മളെ ആളുകളൊക്കെ ഇവിടെ ഗസ്റ്റ് ഹൗസിൽ ഉണ്ടല്ലോ അല്ലേ മൂസാജിയെ? അപ്പൊ നമുക്ക് റഹീമാജിനെ ഒന്ന് ഒറ്റക്ക് കിട്ടണല്ലോ. ബലിക്കാണ്ട് ഏൽപ്പിച്ചു കൊടുക്കണ്ടേ? അല്ലംസേ, ഏൽപ്പിച്ചെടുത്ത എത്തേക്കാരം വല്ല പരിപാടി. ആ, അതൊക്കെ ചെജുമ്പോ കാണാ. ഓലെ പരിപാടി വേറെയാണ്. അല്ല, ഇതെത്തങ്ങൾ ആളയാക്കാനാ കാട്ടാൻ കണ്ടിക്കണ്? ആളയാക്കാണ് ഒറ്റ കൊടുത്തത്. എന്താ എത്ര തെളിവ്? അതൊന്നും ശരിയാവില്ല. ഹംസേ, ഇത് വിചാരിച്ചൊത്തൊന്നും നിൽക്കൂലട്ടോ. റഹീമാജിനെ കൊല്ലാനാണെന്നുണ്ടെങ്കിൽ ഞങ്ങളിതിന് കൂട്ടുക്കൂല. കുഞ്ഞി പറഞ്ഞ മാതിരി നിങ്ങളൊന്നും ഉണ്ടായിരുന്നാണ്. അതുപോലെ നമ്മള് പറഞ്ഞിടത്തൊന്നും നിൽക്കൂല. ഹംസാക്ക, ഇതൊന്നും ശരിയാവില്ലട്ടോ. മൂപ്പരോട് വന്ന വൈക്ക് പോകാൻ പറഞ്ഞോളി. എനിക്ക് എന്റെ പെങ്ങളും കുട്ടികളെ എങ്ങനെ നോക്കണ്ടേ? അത് ശരി. 1.5 കോടിയാണ് ഞങ്ങൾക്ക് നഷ്ടം. അത് എന്റെ അളിയൻ ഇവിടെ വെക്കണം, അല്ലെങ്കിൽ അവനെ കൊല്ലും. അതിന് എതിര് നിന്നാൽ നിന്നെയും. കരീം ഭായ്, വിടി 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 വിടി. നിങ്ങള് പ്രശ്നമാക്കല്ലേ ഭായ്? അതവ അറിയാതെ പറഞ്ഞാണ്. കുഞ്ഞുകോയ, ഇജ്ജ് പോയിക്കോ. ഇജ്ജ് ഇവിടെ കണ്ട പോയിക്കോ പോയിക്കോ. പ്രശ്നമാക്കണ്ട. എന്നാ ഞാനും പോകരുത്. അല്ല ചേട്ടൊക്കെ, നമ്മൾ ആ ബിൽഡിങ്ങിന്റെ പണി നിർത്തിച്ചു കൊടുത്തിട്ട് 3-4 ആൾക്കാർ ഒരു വണ്ടിയൊക്കെ കാണുന്നുണ്ടല്ലോ. എന്താണ് ഇപ്പൊ സംഭവം? നമ്മളെ ബിൽഡിങ്ങിൻ്റെ അവിടെ പണി നിർത്തിച്ചാണല്ലോ. ആരാപ്പത്? എന്നാ സമയം ഒരു കാര്യം ചെയ്യേ, ഇത് ബില്ലോ നോക്കാം. ഞാൻ അപ്പം പോയി നോക്കട്ടെ. താത്ത, നമുക്ക് പിലാപ്പറമ്പത്തിനാണ് പോയാലോ? നമ്മൾ എന്താ ചെയ്യേണ്ടത്? പോവേ? നമുക്ക് ആദ്യം ഒന്ന് കാക്കുനെ വിളിച്ചു നോക്കിയാലോ? സുബൈദ, എത്ര കുഞ്ഞിച്ച് ബാഗും കൊണ്ട് ഇജെങ്ങടെ പോണ്? ഞാൻ പോവാണ്. ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല. ഞാൻ എങ്ങോട്ടെങ്കിലും പോവാണ്. ഇജെങ്ങോട്ട് പോകേണ്ട കാര്യം നീ പറയുന്നത്? ഇജ് പോയപ്പോ എല്ലാ പ്രശ്നത്തിനും പരിഹാരമായോ? അപ്പൊ കുഞ്ഞുമ്പും കുട്ടികളൊക്കെ എത്ര കാട്ടാ? ഓരോരുത്ത ആരാ? കുഞ്ഞും കുട്ടികളൊക്കെ ഓളെ പേരയിൽ പോയിക്കണു. ഞാൻ അപ്പൊ പേര വിൽക്കാനുള്ള ഏർപ്പാടാക്കിണു. അപ്പൊ അത് വിറ്റാഞ്ഞിപ്പോ എന്തൊക്കെ കിട്ടാ കടക്ക് വീടൊന്നും ഇച്ചറിയില്ല. ഞാൻ ഏതായാലും ഇവിടെ നിൽക്കണം. ഞാൻ പോവാണ്. എല്ലാം ശരിയാവില്ല. ഇജിങ്ങനെ മാറി നിന്നോണ്ട് ഒന്നും ആവൂല കുഞ്ഞെ. അന്ന് കാക്കു പറഞ്ഞു നമുക്ക് കേട്ടാ മതി. ഒന്നും അറിയാതെ എടുത്ത് ചാടിക്കാണ് നമ്മൾ ഓരോ തീരുമാനത്തിൽ എത്തും ചോദിച്ചു. ഇങ്ങനെ ഓരോരോ കുട്ടിയിൽ പൊടും ചോദിച്ചു. നിക്കേ, ഞാൻ ഇത് കൊണ്ടു കുഞ്ഞെ. കാക്കു ഞങ്ങളെ വിളിച്ചാൽ മണി വന്നേന്ന് പറയാം. അപ്പൊ തന്നതാണ്. എനിക്ക് തരാൻ വേണ്ടി പറഞ്ഞതാ. അതിന്റെ കട എന്താ വെച്ചാലേ കൊണ്ടേ വീട്ടിൽ തരാം. ഞങ്ങളിപ്പോ അവിടെ പോവാൻ നിൽക്കാണ്. അളിയൊക്കെ എനിക്ക് തന്നതാ. അളിയൊക്കെ തന്നതാ. എന്താ കുഞ്ഞെ? എന്താണ്? എങ്ങട്ടാണ്? എന്ത് സുബൈദ അത്? ഇച്ചറിയില്ല താത്ത, ആണ് മണ്ടണതാ. മറുട്ടിയാ, നമ്മളെ പെരേക്ക് എത്തിക്കോ. ഇനിയിപ്പൊ എനിക്ക് പച്ചിനെ കണ്ടില്ലാന്ന് അറിയണ്ട.
താത്താന്റെ ബാഗോ ഉച്ചച്ച് കടന്നുറങ്ങിയേക്കാരം എന്റെ കൂട്ടിക്കോണേ താത്ത കാക്കു ഇവിടെ ഇല്ലേ? വീട് പൂട്ടിക്കാണല്ലോ സുബൈദ. കാക്ക എവിടുക്ക പോയിക്കണാവോ? ഈ ഫോൺ എടുത്തൊന്ന് വിളിച്ചു നോക്കിക്ക. ഞാൻ വിളിച്ചോക്കട്ടെ. ഇത് എടുക്കണില്ലല്ലോ താത്ത. ഒന്നുകൂടി അടിച്ചോ. ബെല്ലടിച്ച് നിക്കണേ. എവിടുക്ക പോയാവോ? എവിടെ എന്താ കുഞ്ഞേ? മഴയൊക്കെ എവിടെ? അളിയാക്കാനെ ഇപ്പൊ രണ്ടിട്ട് ഞങ്ങൾ വിളിച്ചു. അളിയാക്ക പേരെ പൂട്ടി പോയിക്കാണ്. വിളിച്ചിട്ട് എടുക്കണില്ല. ഞാൻ കമ്പനിയിൽ അവിടെ ഇവിടെയൊക്കെ പോയി നോക്കി, കുറെ തെരഞ്ഞല്ലോ. കളിയാക്കാനെ കാണല്ലോ. അല്ല റഹീമാജിക്ക് ഇപ്പൊ കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിക്കണോ? മെമ്പർ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ? എന്തൊക്കെ പറ്റിക്കണെന്നാണ് കേട്ടത്. ഏതായാലും നമ്മൾ പെരികെത്തിക്കണ പോയി നോക്കുക. കുഞ്ഞെ റഹീമാജി ഇങ്ങോട്ട് എത്തിയോ? ഇല്ല, കണ്ടില്ലല്ലോ. അപ്പൊ നിങ്ങളാരും ഒന്നും അറിഞ്ഞിട്ടില്ലേ അല്ലേ? ഇല്ല. എവിടെ തലയാക്ക്? ഞാൻ അറിഞ്ഞതേ നമ്മളാ പണിയെടുക്കുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ, അവിടുന്ന് റഹീമാജിനെ ചെമ്പനംസന്റെ ആൾക്കാരൊക്കെ കൂടിക്കാണ്ട് എന്തോ ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പൊ അത് അറിഞ്ഞുകൊണ്ട് നമ്മളെ നാട്ടുകാരൊക്കെ കൂടി ഇപ്പോ പോലീസ് വന്ന് അവരെല്ലാരും കൊണ്ടുപോയിട്ടുണ്ട്. പഠിച്ചോനെ, എന്നിട്ട് കാക്കൂന് എന്താ പറ്റിയത്? കാക്കു എവിടെയാണ്? നിങ്ങൾ ബേജാറാവൊന്നും വേണ്ട. ഞാൻ ഇപ്പൊ മുജിബാക്കാനെ വിളിച്ചിരുന്നു. അപ്പൊ മുജിബാക്കയും മജീദും കൂടി ആസ്പത്രിയിൽ കൊണ്ടുപോയിക്കണ്. അവിടുന്ന് ഇപ്പൊ അങ്ങോട്ട് വരുന്നുണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ അങ്ങോട്ട് എത്തിക്കണമെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. മെമ്പറോട് ചോദിച്ചിട്ട് ഞമ്മക്കൊന്ന് പോയോക്കെ. ഏത് ആസ്പത്രി കാണാമോ കാക്കു? നമുക്ക് പോയോക്കെ. ഇറങ്ങ എത്ത കാക്കോങ്ങക്ക് ഇല്ലേ? കാര്യമായിട്ടൊന്നുമില്ല. എത്ത നിങ്ങക്ക് പറ്റിയത്? എത്ത കാക്കോങ്ങക്ക് പറ്റിയത്? കാര്യമായിട്ടൊന്നും പറ്റിയില്ല. മജീദേ, ആ താക്കോല അവിടെ കാക്കോ, ഞങ്ങൾക്കാണ് തെറ്റ് പറ്റിയത്. ഇത്ര കാലങ്ങൾ കൂടെ ജീവിച്ചിട്ട് നാട്ടുകാർക്ക് മനസ്സിലാക്കിയത്ര പോലെ ഞങ്ങൾക്ക് നിങ്ങൾ മനസ്സിലായില്ലല്ലോ. ആ അത് സാരല്ല. അപ്പൊ അങ്ങനെ ഒന്നും പറയണ്ട. സീനത്തെ പൊന്നോടടി. പൊന്നു വരാൻ നിന്നതാ. അപ്പൊ ശിവി വന്നിട്ട് ഓള് പോയി. ആ സുബൈദ് സീനത്തെ ഉള്ളുപൈക്കാളൊക്കെ ഒന്ന് ലെവലാക്കി കാണി. റഹീമിനെ ഞങ്ങളോട് കയറ്റി കൊടുന്നോളെ. ആ മെമ്പറെ, നിങ്ങൾ ഇവിടെ ഉണ്ടോ? മുസാനെ, പൊന്നാരന്റെ റഹീമെ, എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിക്കണ്, ഒരുപാട് അലങ്കാരാക്കി ചെയ്തിക്കണ്. അതിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ ചെയ്തു പോയതാണ്. ആലോചിച്ച് എനിക്ക് പൊരുത്തപ്പെട്ടല്ലോ. ഞാൻ എന്നെ കൊല്ലാൻ കൂട്ടുന്നിട്ടൊന്നുമില്ല. മുസാനെ സാരല്ല. നമ്മളെ മനുഷ്യന്മാർക്ക് തെറ്റ് പറ്റും. തെറ്റ് പറ്റിയെന്ന് തോന്നി നമ്മളെ തിരുത്തുക. കുറച്ച് നമുക്ക് പുറത്തൊന്നുള്ളൂ കേട്ടോ. അതൊന്നും സാരല്ല. അളിയാക്ക, ഈ കൂട്ടത്തില് ഏറ്റവും വലിയ തെറ്റ് പറ്റിക്കണേ എനിക്കാണ്. ഞാൻ നന്നാവില്ല അളിയാക്ക. നിങ്ങളൊന്നും പറഞ്ഞത് കേൾക്കാത്തോണ്ടാണ് ഇതൊക്കെ വന്നത്. എന്റെ സ്വഭാവം ഇങ്ങനായി പോയല്ലോ. ആ കുഞ്ഞേ, നിങ്ങൾക്കൊക്കെ തെറ്റ് പറ്റാം, എനിക്ക് പറ്റാൻ പറ്റൂല്ലോ. ആ നടക്കേ, ബാക്കി ആക്തെന്ന് സംസാരിക്കാം. ആ കുഞ്ഞ് എന്താ ചടക്കണടാ? ഇങ്ങോട്ട് കളിവാ. ആ റഹീമേ, ഇജ്ജ് പോയി കണ്ടിട്ട് കടിക്ക. ഞാൻ പുറത്തൊക്കെ പോയിട്ട് വരാം കേട്ടോ. കുഞ്ഞെ അളിയാക്കാനെ കൊണ്ടേക്കാണൊന്ന് കടിച്ചിക്കാം കേട്ടോ. ചെല്ലേ. ആ മെമ്പറെ പോവല്ലേ? ഞാൻ ഇപ്പൊ തനിക്കാലേ ഇവിടെ വന്നിരുന്നേ. ഓനും ഓരോ കുട്ടികളും ഓരൊക്കെയല്ലേ ഒന്ന് വർത്താനം പറഞ്ഞേക്കാണ്ടേ കുറച്ചാൽ എന്നോട്ടെ ചേട്ടൻ കഴിഞ്ഞു. എത്താചാരം ഇപ്പൊ നിങ്ങൾ അന്തം വിട്ട് ഇങ്ങനെ നിക്കണ്? എന്നാ പോവല്ലേ? ഇതിന്ന് വെച്ചൊരു കാര്യം മനസ്സിലായി. എന്തൊക്കെ കുയിന്തും കിബറും വെച്ച് കാണ്ടി ഞാൻ റഹീമാജിനെ തോൽപ്പിച്ചാൽ നോക്കിയറിയാല് മൂപ്പര് കാട്ടിയത് എന്താ അറിയാം നിങ്ങൾക്ക്? നെന്മയും കനിവും വെച്ച് നമ്മളങ്ങോട്ട് തോൽപ്പിച്ചു. ഇതാണ് റഹീമാജിന്റെ കനിവ് അറിയേണ്ടത്. നടന്നാ നിങ്ങളങ്ങോട്ട്